പാലക്കാട്ടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർമാരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ആശുപത്രി അധികൃതരും KGMOയും ഒക്കെ വിശദീകരിക്കുമ്പോൾ നമ്മളോടൊപ്പം ആ കുട്ടിയുടെ മുത്തശ്ശി ഓമന ചേരുന്നുണ്ട്. അവരുടെ അമ്മയുടെ മാതാവാണ്. ഈ കുട്ടിയെ നിങ്ങൾ ആശുപത്രിയിൽ ആദ്യം കാണിച്ച് വീട്ടിലെത്തിയ ശേഷം പിന്നീട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ആ കുട്ടി പ്രകടിപ്പിച്ചു? വേദനയുണ്ടായിരുന്നു. അമ്മ എനിക്ക് കൈ വേദനിക്കണം, അമ്മ കൈ വേദനിക്കണം, എനിക്ക് ഉറക്കം വരുന്നില്ല അമ്മ, ഉറങ്ങാൻ കഴിയണില്ലമ്മ പറഞ്ഞ് കുട്ടി എണിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ എന്നെ വിളിച്ചു, അമ്മ അവൾക്ക് ഉറക്കം വരുന്നില്ല പറയണമ്മ എന്ന് പറഞ്ഞ് അവൾ എന്നെ ഫോണിൽ കൂടെ വിളിച്ചപ്പോഴാണ് ഞാൻ എടീ നാളെ പോവുക, എന്തായാലും നാളെ പോകണം, ഈ കുട്ടി ഇങ്ങനെ വേദനിക്കണോ പറയുമ്പോൾ നമുക്ക് പോകണം. അതായത് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നിങ്ങളോട് പറഞ്ഞിരുന്നു കുട്ടിക്ക് വേദന ഉണ്ടെങ്കിൽ പറയണം, അത് അറിയിക്കണം. അത് പറഞ്ഞിട്ടില്ല, അതൊക്കെ വെറുതെ പറയണം. അവർ വേദന ഉണ്ടാകുമല്ലോ എന്നാണ് പറഞ്ഞത്. വേദന ഉണ്ടാകുമല്ലോ, 2 എല്ല് പൊട്ടിയതല്ലേ, അപ്പം അതുകൊണ്ട് വേദന ഉണ്ടാവും. ഞാനൊരു 5 ദിവസത്തേക്ക് ഗുളിക എഴുതിയിട്ടുണ്ട്. അപ്പം തൊട്ടടുത്ത ദിവസം നിങ്ങൾ ഈ കുട്ടിക്ക് വേദന ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞില്ലേ? അന്നാണല്ലോ പോയത്. നമ്മൾ 24-ാം തീയതിയും പോയി, 25-ാം തീയതിയും പോയി. അപ്പോഴാണല്ലോ അവർ പറയുന്നത് 5 ദിവസത്തേക്ക് ഗുളിക എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ പുറത്തുനിന്ന് മേടിച്ചിട്ട് പുകയെന്ന് പറഞ്ഞു. 25-ാം തീയതിയും പോയിട്ട് പിന്നെ 3-ാം തീയതിയാണ് അവർ വരാൻ പറയുന്നത്. 3-ാം തീയതി പോയുമ്പോഴേക്കും ആ കുട്ടിൻ്റെ എല്ലാം പോകും. 3-ാം തീയതി പോയതാണെങ്കിൽ ഞങ്ങൾ എന്നിട്ട് 30-ാം തീയതി പോയി. അവിടെ അവർ ഓരോരോ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണു. എന്താണ് കുട്ടീനെ ഇവിടെ ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം രൂപ വേണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഇപ്പോൾ എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആക്കണം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവർ ആംബുലൻസ് വിട്ടു തരില്ല, ആംബുലൻസ് വിട്ടു തരികയാണെങ്കിൽ 4000 രൂപ കെട്ടാൻ പറഞ്ഞു. അപ്പോൾ 4000 രൂപ ഞങ്ങൾ കെട്ടില്ല എന്നും പറഞ്ഞു. കുട്ടി സീരിയസ് കേസാകുമ്പോഴാണ് നിങ്ങൾ 4000 രൂപ കെട്ടാൻ പറയണമെന്ന് ഞാൻ ചോദിച്ചതാണ് അവരിനോട്, നേഴ്സിനോട്.